അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്ദിന്റെ പാഠമാണ്. അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മദ്ദിന്റെ അക്ഷരങ്ങളായിട്ടുള്ള 3 അക്ഷരങ്ങളാണ് അലിഫ്, യാ, വാവ്. അതിലെ അലിഫിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറബിയിലെ 29 അക്ഷരങ്ങൾക്കും അലിഫ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൂട്ടക്ഷരത്തിൽ മദ്ദിന്റെ അലിഫ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ മുസാനി. ഈ പാഠത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഖുർആനിൽ ഇത് ഇഷ്ടം പോലെയാണ്. മദ്ദിന്റെ അലിഫ്, മദ്ദിന്റെ യാ, മദ്ദിന്റെ വാവ് ഒരു പേജിൽ ഇല്ലാത്തൊരു പേജേ പോകുന്നില്ല. അതിൽ തന്നെ ധാരാളം വട്ടം വരും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള പാഠമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ സീരിയസ്നെസ്സോട് കൂടിയാണ് നമ്മൾ പഠിക്കാനായിട്ട്. ഇനി മദ്ദിന്റെ അലിഫ് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു ടിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ഖുർആനിൽ ഇഷ്ടംപോലെ അലിഫ് വരാം. അതിലെ മദ്ദിന്റെ അലിഫ് എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കേ, ഈ ഉദാഹരണത്തിലെല്ലാം അലിഫിന് മുൻപ് ഫത്ഹാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അലിഫിന് മുൻപ് ഫത്ഹ്, അലിഫിന് മുൻപ് ഫത്ഹ്, എല്ലാം ഫത്ഹ ആയിരിക്കും. അലിഫിന് മുൻപ് കെസർ വരോ? അപ്പൊ മദ്ദിന്റെ അലിഫാവോ? ആവില്ല. അലിഫിന് മുമ്പ് ലൊമ്മ് വന്നാലോ? മദ്ദിന്റെ അലിഫ് ആവില്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്ദിന്റെ അലിഫ് തിരിച്ചറിയാനായിട്ടുള്ള ടിപ്പ് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ ഇത് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. സാദ, സ, അലിഫ് ഫത്ഹ്, സ, ദാൽ ഫത്ഹ്, ദ, സാദ. ഒരലിഫാണ് നീട്ടാൻ പാടുള്ളൂ. ഒരലിഫിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. സാദ പാടില്ല. ഒരലിഫ് സാദ മാന്യമായ രീതിയിൽ നീട്ടുക. ഓക്കെ. ഖാഫ, ഖ, അലിഫ് ഫത്ഹ്, ഖ, ഫ ഫത്ഹ്, ഫ, ഖാഫ. ഹിജ്ജ ചെയ്യാതെ വായിക്കാനായിട്ടുള്ള ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ ആ ലെവലിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. എങ്കിലും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഹിജ്ജ ചെയ്യുന്നത്. എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിജ്ജ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ ഞാൻ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഹിജ്ജ ചെയ്യരുത്, നിങ്ങൾ വായിച്ച് മാത്രം നോക്കുക. ഓക്കെ. താബ, ത, അലിഫ് ഫത്ഹ്, ത, ബ ഫത്ഹ്, ബ. ബായിനെ നീട്ടരുത്. ഇവിടെ നീട്ടുമ്പോൾ ചില ആളുകൾക്ക് ഇവിടെ നീട്ടിപ്പോവും അറിയാതെ. താബ, ബായിനെ നീട്ടും. ബായിനെ നീട്ടിക്കളയും. മദ്ദിന്റെ അലിഫ് ഉള്ളത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അല്ലാണ്ട് ഹർക്കത്ത് വന്നത് എന്ത് ചെയ്യാൻ പാടില്ല? നീട്ടാൻ പാടില്ല. നീട്ടാൻ പാടുള്ളത് മാത്രം എന്ത് ചെയ്യുക? നീട്ടുക. ജാഹദ. ഇതൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ പാവം ഈ ജീമിനെ നീട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിൽ അറിയാതെ ഇതും നീട്ടിപ്പോവും. ജാഹദ നീട്ടിപ്പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അക്ഷരം നീട്ടിപ്പോവും. ശ്രദ്ധിക്കുക, നീട്ടാൻ പാടുള്ളത് മാത്രം നീട്ടാൻ പാടുള്ളൂ. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ച എക്സ്പീരിയൻസിൽ വരുന്ന തെറ്റുകൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾ വരുത്താതിരിക്കാൻ. ജാഹദ, ജീം അലിഫ് ഫത്ഹ്, ജാ, ഹ ഫത്ഹ്, ഹ, ജാഹ, ദാൽ ഫത്ഹ്, ദ, ജാഹദ. ഹാസബ, ഹ അലിഫ് ഫത്ഹ്, ഹ, സീൻ ഫത്ഹ്, സ, ഹാസ, ബ ഫത്ഹ്, ബ, ഹാസബ. ജുനാഹു, ജുനാഹു, ജീം ലം ജു, നൂൻ അലിഫ് ഫത്ഹ്, നാ. അവിടെ നീട്ടണം. ജുനാ, ഹ ലം ഹു, ജുനാഹു, ജുനാഹു. ഫറാഗ, ഫറാഗ, ഫ ഫത്ഹ്, ഫ, റാ അലിഫ് ഫത്ഹ്, റാ, ഫറാ. ഗൈൻ ഫത്ഹ്, ഗ, ഫറാഗ, ഫറാഗ. ഖാതല, ഖാതല, ഖാഫ് അലിഫ് ഫത്ഹ്, ഖാ, ത ഫത്ഹ്, ത, ഖാത, ലാം ഫത്ഹ്, ല, ഖാതല, ഖാതല. സ്വാബറ, സ്വാദ് അലിഫ് ഫത്ഹ്. ഇവിടെ സ്വാദ് അലിഫ് എന്ന് പറയണം കേട്ടോ. അക്ഷരത്തിന്റെ യഥാർത്ഥ പേരെന്താ? സ്വാ അലിഫ് എന്ന് പറയരുത്. സ്വാദ് എന്നാണ് ആ അക്ഷരത്തിന്റെ പേര്. ഹിജ്ജ ചെയ്യുമ്പോൾ ആ അക്ഷരത്തിന്റെ യഥാർത്ഥ പേര് തന്നെ പറയാം. സ്വാദ് അലിഫ് ഫത്ഹ്, സ്വാ,
ബാ ഫത്ഹ് ബ, സ്വാബ, റാ ഫത്ഹ് റ, സ്വാബറ. അപ്പോൾ മദ്ദിന്റെ അലിഫ് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി വൃത്തിയായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾ കിടന്നോ ഇരുന്നോ എങ്ങനെയെങ്കിലും കേട്ടത് കൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായിരിക്കണം. ഞാൻ തുടക്കം തൊട്ടത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ അത് കീപ്പ് ചെയ്ത് പഠിച്ചാൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സപ്പോർട്ട് തരുന്നതാണ്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് അത് ഉപയോഗിക്കുക, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ബാബുൽ ഇൽമിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ബാബുൽ ഇൽമിന്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫാമിലി ഗ്രൂപ്പാണ്. നിങ്ങളുടെ പോലുള്ള എൻ്റെ ഫാമിലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫാമിലി ഗ്രൂപ്പാണ്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദാഹരണം ഏതാണ്, ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുള്ള ഉദാഹരണം ഏതാണെന്നുള്ളത് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അതൊന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. ആർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഉദാഹരണം വന്നത്, അത് സെയിം ആണ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി മദ്ദിന്റെ യായുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. മദ്ദിന്റെ അലിഫ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. മദ്ദിന്റെ യാ എങ്ങനെയാണ് വായിക്കേണ്ടത്, അതിന്റെ ടിപ്പ് എങ്ങനെയാണ്, അതിന്റെ ട്രിക്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.